ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും പോകുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ റൂട്ടിനൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് തിരുവല്ലയ്ക്കാണ് പോകുന്നത്. ബട്ട് ക്ഷേത്രത്തിൽ നിന്നല്ല, അതായത് ആലപ്പുഴയിൽ നിന്നല്ല നമ്മൾ പോകുന്നത്, നേരെ എറണാകുളത്ത് നിന്ന് ഡയറക്റ്റ് പോവാണ്. ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ചയും പോയതാണ്. പക്ഷെ അന്ന് പോയത് വൈക്കം, ഉദയനാപുരം, നേരെ കുമരകം പിടിച്ച് നേരെ അങ്ങനെയായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് വേറെ റൂട്ടാണ്. അതായത് നമ്മുടെ മണ്ണാർക്കാട്, പുതുപ്പള്ളി, അവിടെയൊക്കെ പുതുപ്പള്ളി ടച്ച് ചെയ്യാതെ പാമ്പാടി വഴി എങ്ങാണ്ട് കയറും. അപ്പം ഇത് ഗൂഗിൾ മാപ്പിൽ കാണിക്കാണ്ട് പോയെന്നേ ഉള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു 99 കിലോമീറ്റർ പറ്റ വരുന്നുണ്ട് തിരുവല്ലയ്ക്ക് എറണാകുളത്ത് നിന്ന്. മറ്റേത് 90-91 കിലോമീറ്റർ പറ്റയാണ് വൈക്കം വഴി കാണിക്കുന്നത്. ഇത് എളുപ്പ വഴിയെന്നും പറഞ്ഞാണ് പോകുന്നത് ഗൂഗിൾ മാപ്പ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് നേരെ കയറിയിട്ടുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തറ നമ്മുടെ മാർക്കറ്റ് റോഡിലേക്ക് കയറുവാണ്. ഏറ്റവും പ്രശ്നമുള്ളൊരു റോഡ് കൂടിയാണ് ഈ ഒരു റോഡ്, മാർക്കറ്റ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ റൂട്ട് ഇപ്പോൾ പോകുമ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര 99 കിലോമീറ്റർ. അത് കഴിഞ്ഞ് തിരിച്ച് നേരെ വീട്ടിൽ വരണമെന്നുണ്ട്. വീട്ടിൽ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറി ആൾക്കാർ താമസമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പോകാം. അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 250 കിലോമീറ്റർ പറ്റിയുണ്ട് ടോട്ടൽ നമ്മുടെ കിലോമീറ്റർ കൂട്ട് വേണമെങ്കിൽ. അപ്പോൾ ഇന്ന് ഒരു 7 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്കൊരു 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് കൊണ്ട് ഇവിടെ അത്ര തിരക്കില്ല. അല്ലെങ്കിൽ ഇച്ചിരൊക്കെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിൽ നല്ല തിരക്കായിരിക്കും. ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അത് കാരണം നല്ല രീതിയിൽ തിരക്ക് തന്നെ റോഡാണ് ഈ മാർക്കറ്റ് റോഡ്. അപ്പോൾ നമ്മൾ നേരെ വിട്ടടിച്ച് പോവുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. കാര്യം ഞാൻ കോട്ടെടുക്കാൻ മറന്നുപോയി. പകുതി എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവിടെ നല്ല വെയിലും ചെറിയൊരു മഴക്കാർ കാണുന്നുണ്ട്. പക്ഷേ പോണ വഴിക്ക് ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ അംഗം പണി കിട്ടും. കാര്യം കോട്ടില്ലാതെയാണ് പോകുന്നത്. നനഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നനയേണ്ടി വരും. അത് കാരണം ആ പേടിയിലാണ് ഞാൻ ഇന്ന് വണ്ടി അടിച്ച് പോകുന്നത്. അപ്പോൾ ഈ ഒരു റൂട്ടിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു വെയിൽ ഫീൽ ചെയ്യുന്നില്ല. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ അത് ഈ ഒരു മഴ രാവിലെ ഇന്ന് ഈ ഒരു ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഒന്ന് മഴ പെയ്ത് പോയായിരുന്നു. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയാം. ഒരു തണുപ്പുണ്ട്. വെയിലുണ്ട് പോലും ആ ഒരു വെയിൽ അറിയില്ല. നല്ലൊരു തണുപ്പുണ്ട്. നമ്മൾ നേരെ കോട്ടയം റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അതായത് കോട്ടയം മണ്ണാർക്കാട് റൂട്ടിലേക്കാണ് കയറുന്നത്. ഇതാണ് നമ്മുടെ തളിപ്പറമ്പിലേക്കായാലും വൈക്കത്തേക്കായാലും കോട്ടയത്തേക്കായാലും എറണാകുളത്ത് നിന്ന് പോകുന്ന മെയിൻ റൂട്ട് ഇതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കോട്ടയത്തേക്ക് ടേൺ ചെയ്യുന്നത്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ വൈക്കവും, പിന്നെ കുറച്ച് ഞാൻ ചെല്ലുമ്പോൾ അട്ടവണിക്ക് കാണിച്ചു തരാം. അവിടെ എത്തുമ്പോഴത്തേക്കും കോട്ടയത്തേക്കുമാണ് പോകുന്നത്. ഈ റോഡ് നല്ല തിരക്ക് പിടിച്ചൊരു റോഡാണ്. അപകടം പിടിച്ചൊരു റോഡ് കൂടിയാണ്. കാര്യം വണ്ടിയൊക്കെ സൂപ്പർ ഫാസ്റ്റ് ഭയങ്കര ആയാലും മെയിൻ റൂട്ടാണ്. അതായത് ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കോട്ടയം എറണാകുളം ബൈപ്പാസ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അറിയുന്നത്. അത് കാരണം ബസ്സൊക്കെ പാഞ്ഞ് കയറി വരുന്നൊരു റൂട്ടാണ്. അത് കാരണം ഒരു നോട്ടോ ഇല്ലാണ്ട് ഓട്ടോക്കാരായാലും ബസ്സുകാരായാലും വലിച്ചു കയറി, പ്രൈവറ്റ് ബസ് പോലും വലിച്ചു കയറി വരുന്നൊരു റൂട്ട് കൂടിയാണ്. കാരണം നല്ല രീതിയിൽ അപകടമുള്ളൊരു റൂട്ടാണ് ഈ ഒരു റൂട്ട്. അത് കാരണം നല്ല രീതിയിൽ പേടിച്ചാണ് പോകുന്നത്. പിന്നെ ഈ ഒരു മഴയുടെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ടും എനിക്ക് ഇച്ചിരി ഒരു പേടിയുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പം എന്തായാലും പിന്നെ വരാം. അപ്പോൾ നമ്മളിത് ഈ കോട്ടയത്തേക്കുള്ള റൂട്ടിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ അമ്മച്ചിയെ നോക്കിക്കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ക്യാമറ ഓണാക്കിയിരിക്കുന്നത് ഈ ഫോണിലാണ്, മാപ്പ് ഇട്ടിരിക്കുന്നത് ഈ ഫോണിൽ തന്നെയാണ്. അത് കാരണം രണ്ടും കൂടെ അമ്മച്ചി ക്യാമറ ഓണാക്കി കഴിയുമ്പം അച്ഛ ഉണ്ടാക്കിയാൽ അമ്മച്ചി കൊണ്ടാട്ടം മുട്ടിയിരിക്കും. അത് കാരണം ടേൺ ചെയ്യേണ്ട അടുത്ത് എത്തുമ്പോൾ നമ്മൾ തന്നെ നോക്കി ടേൺ ചെയ്യണം. ഇല്ലെങ്കിൽ അമ്മച്ചി ഉണ്ടത്തൊന്നുമില്ല, നമ്മൾ പോവുകയും ചെയ്യും. ഈ ക്യാമറ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മാപ്പ് മിനിമൈസായിട്ട് പകുതിയായിട്ടാണല്ലോ കിടക്കുന്നത്. അത് കാരണം ഞാൻ നോക്കി പിടിച്ചൊക്കെയാണ് പോയത്. അപ്പോൾ ടേൺ ചെയ്തു. ഇതിപ്പം മണ്ണാർക്കാട്, പാമ്പാടി, പുതുപ്പള്ളി ആ ഒരു റൂട്ടിലേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ്. അതായത് മെയിൻ കോട്ടയം റൂട്ടാണിത്. ഇവിടെ കൂടെ ബസ്സൊക്കെ കയറി വരുന്നത്. അതായത് കോട്ടയം ബൈപ്പാസ് തന്നെയാണിത്. അവിടെ വൈക്കത്തേക്ക് പോകുന്നത് വേറെ റൂട്ടും കോട്ടയത്തേക്ക് കയറുന്ന ഈ ഒരു റൂട്ടുമാണ്. പിന്നെ ഈ റൂട്ടിലും തിരക്കും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ പള്ളിപ്പെരുന്നാളോ പരിപാടിയൊക്കെ നടക്കുന്ന കാരണം അതിൻ്റെ ഒരു തിരക്കുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഒരു തിരക്കുള്ള റോഡ് കൂടിയാണ് ഈ റോഡുകൾ. നമ്മുടെ അപ്പുറം വഴി പോകുന്നത് പോലും അതും തിരക്കുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ റോഡ് പണിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം കുഴപ്പമില്ല. എന്നുവെച്ചാൽ അതുകൊണ്ട് നമുക്ക് വിട്ടടിച്ച് പോകാം. പക്ഷേ ഇവിടെ അതുപോലെ വിട്ടടിക്കാൻ പറ്റില്ല. കാര്യം ബസ്സൊക്കെ എപ്പോൾ ഓണിൽ കയറി വരും. വരുന്നൊരു വഴക്കമെന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചും പോകും. പിന്നെ ഇപ്പോഴും വെയിൽ കൂടിയിട്ടില്ല, മഴക്കാർ കാണുന്നില്ല. അത് കാരണം ഒരു ആശ്വാസമുണ്ട് വണ്ടി ഓടിക്കാൻ.
മഴക്കാർ കണ്ടു കഴിഞ്ഞാലാണ് ഈ പേടി. കോട്ടില്ലാത്തതും നനയേണ്ടി വരും എന്നൊരു പേടി മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടയം റൂട്ടിലേക്ക് ടേൺ ചെയ്യുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ വൈക്കത്തേക്കും, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോട്ടയത്തേക്കുള്ള റൂട്ടാണിത്. അപ്പോൾ ഇതാണ് ആ മെയിൻ റോഡ്. കണ്ടോ, ഇതിൽ കൂടെയൊക്കെ ബസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ റൂട്ട് പൊളിയാട്ടോ, രണ്ട് സൈഡും മരമൊക്കെ അങ്ങനത്തെ ഒരു ഇത് കൊള്ളാൻ അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിൽ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാല്ല ഈ റൂട്ട് ഓടി പോകുമ്പോൾ. പക്ഷെ നമ്മുടെ റൂട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലും ഒരു അമ്പലപ്പുഴ കയറി കഴിയുന്നവരെ, അതായത് നമ്മുടെ തകഴിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറം വഴി പോകുമ്പോൾ ഇച്ചിരിയെങ്കിലും ഒരു ഇതുള്ളൂ, മരത്തിൻ്റെ ആയാലൊരു ഇച്ചിരി വൈബടിച്ച് പോകാൻ പറ്റുള്ളൂ. അതുവരെ നല്ല ഉച്ചയ്ക്ക് വെയിലടിക്കും. പക്ഷേ ഈ റൂട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. രണ്ട് സൈഡിലും മരവും കാര്യങ്ങളും തണുപ്പൊക്കെ ആയത് കാരണം നമുക്കത് പിന്നെ ഈ ഒരു വെയിലിൻ്റെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ റോഡ് മോശം കൂടെയാണ്, അതാണ് ഏറ്റവും വലിയ പേടി. അപ്പോൾ ഇതൊക്കെ എടുത്താണ് പോകുന്നത്. അതാണ്ട് ഇതുണ്ട്, കുഴപ്പമില്ല. ഞാൻ മെയിനായിട്ട് ഈ റൂട്ട് പിടിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂട്ട് ഇച്ചിരിയെങ്കിലും നല്ല ഭംഗി, കോട്ടയം റൂട്ടായത് കാരണം നല്ല വൈബ് പ്ലേസുകൾ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് കയറിയതാണ്. അതുപോലത്തെ കുറച്ച് പ്ലേസുകളൊക്കെ ഉണ്ട്, പക്ഷേ അതെടുക്കാൻ പറ്റിയില്ല. അന്നേരം ഞാൻ ക്യാമറ ഓഫ് ചെയ്ത്, കാര്യം മാപ്പ് ഇട്ടിരിക്കുന്ന കാരണം രണ്ടും കൂടെ ഒരുമിച്ച് നോക്കാൻ പറ്റാത്ത കാരണം ഇടയ്ക്ക് ഓഫ് ചെയ്ത് പോയി. പക്ഷേ ആ പ്ലേസ് അന്നേരമൊക്കെ നല്ല രീതിക്കുള്ള വൈബ് പ്ലേസുകളൊക്കെ പാസ് ചെയ്ത് പോയി. പിന്നെ ഇത് മെയിൻ റൂട്ട് തന്നെയാണ്, നമ്മളെ കോട്ടയം തൊടുപുഴ അങ്ങോട്ടൊക്കെ പോകാനും ഈ റൂട്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ NH കയറിയിട്ടുണ്ട് ഈ റൂട്ട്. പിന്നെ വളവും തിരിവൊക്കെ ഉള്ള ഹൈ റേഞ്ച് റൂട്ട് കൂടിയാണ്. പുതുപ്പള്ളി പാമ്പാടി അങ്ങനെ ആ ഏരിയയിലൊക്കെ അങ്ങോട്ട് പോകും. ഇപ്പോൾ ഞാൻ പോകുന്ന ആ റൂട്ടെന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി പാമ്പാടി തിരുവല്ല അങ്ങനെ അങ്ങോട്ടുള്ള റൂട്ടും, തിരിച്ച് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ തൊടുപുഴ അങ്ങനെ ഹൈ റേഞ്ചിലേക്കുള്ള റൂട്ടാണ്. കാരണം നമുക്ക് കിടക്ക റോഡാണ് ഇത്, ഒരു രക്ഷയുടെ വൈബാണ്. പിന്നെ ഒരു മഴക്കാർ, ഇപ്പോൾ നല്ല രീതിയിൽ മഴക്കാർ കാണുന്നുണ്ട്. അത് കാരണം ഞാൻ പേടിച്ചിരിക്കുകയാണ്. കാര്യം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഉൾപ്പെടെ നനയും. അത് കാരണം നല്ല രീതിയിൽ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ അടിച്ചു പോകും. പേടിച്ചാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ചാറുണ്ട്. പിന്നെ ഈ റൂട്ടിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലീൻ റോഡാണ്. അതുപോലെ തന്നെ ഇപ്പം അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ അധികം ബഹളം ഇപ്പോൾ ഇതൊന്നുമില്ല, ധൃതിയൊന്നുമില്ല. ഒരു നൈസായിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വണ്ടി ഓടിച്ച് ചില്ലടിച്ച് കുറേ നേരം ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഒരു നല്ല റൈഡായിരിക്കും ഈ റൂട്ട് വണ്ടി വിളിച്ചിറങ്ങുവാണെങ്കിൽ. ഇപ്പോൾ ഇത് NH കയറിയിരിക്കും, മെയിൻ NH ആയത് കാരണം ആ ഒരു ബഹളവും തിരക്കുകളും ഇല്ല. പിന്നെ നല്ല ഹൈ റേഞ്ച് ഒരു റോഡ് പോലെ തോന്നുകയും ചെയ്യും. പിന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി പെയ്യാനുള്ള പുറപ്പാടാണ്. അതിട്ട് റോഡൊക്കെ നല്ല രീതിയിൽ നനഞ്ഞ് കിടക്കുന്നത്. അത് വേറെ ഞാൻ പേടിച്ചാണ് ഇപ്പോൾ ഓടിക്കുന്നത്. കാര്യം മഴ പെയ്യില്ല എന്നൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. രാവിലെ ഇവിടെ എന്തായാലും നല്ല രീതിക്കൊരു മഴ പെയ്തിരുന്നു, ഇവിടെ പെയ്യുമ്പോൾ എന്നൊരു ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാട്ടൊക്കെ ഇട്ട് നൈസൊരു മെലഡി സോങ്ങോ അല്ല ലവ് സോങ്ങോ അങ്ങനെ ഇട്ട് നൈസായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ, വെറുതെ ഓടിച്ച് പോകേണ്ടവർക്ക് അങ്ങനെ ഓടിച്ച് പോകാൻ പറ്റില്ല. അതായത് ഒരു റൈഡൊക്കെ പോകാൻ പറ്റിയൊരു റൂട്ട് തന്നെയാണ്. അത്ര തിരക്കുകളോ ബഹളങ്ങളോ ഇല്ലാത്തൊരു കാം ആൻഡ് ക്വയറ്റായിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ച് പോകാം.
അതിൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ നല്ല റോഡ് കണ്ടപ്പോൾ ഒന്ന് വിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന കാരണമാണ്. വേറൊന്നുമില്ല, ഞാൻ ഇത്ര സ്പീഡ് കൂട്ടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാറുകൊണ്ട് ചെറുതായിട്ട് മഴ തൂളുന്നുമുണ്ട്. അത് കാരണം ഉള്ളൊരു പേടിയാണ് ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ് പോകുന്നത് ഈ റൂട്ട്. പിന്നെ വളവും തിരിവൊക്കെ ആയത് കാരണം ചവിട്ടി പിടിച്ചും പോകണം. അത് കാരണം 2-3 ടെൻഷനായിട്ടാണ് ഞാൻ ഇതിലൊക്കെ പോകുന്നത്. പിന്നെ നൈസ് ആൻഡ് കാം ആൻഡ് ക്വയറ്റായിട്ട് ഒരു ചില്ല് റൈഡ് അടിക്കാൻ പറ്റിയ റൂട്ട് കൂടിയാണിത്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു റൂട്ട് വരുമ്പോൾ ഞാൻ വരാം. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ മഴ പെയ്തിരിക്കുകയാണ്. ക്യാമറയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും ചവിട്ടണം. മഴ അത്രക്കില്ല, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും പോകുന്നതോറും മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാമറയിലൊക്കെ വെള്ളം കണ്ടിട്ട് കാണുമ്പോൾ മനസ്സിലാവും ക്യാമറ ക്ലിയർ ആകാത്തതിൻ്റെ കാര്യം. വെള്ളം വീണിട്ടുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ചവിട്ടണം. മഴ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, കുറയണില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഞാൻ ഒന്നിടയ്ക്ക് ചവിട്ടേണ്ടി വരും. അതിന് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയത്ത് ഇങ്ങനൊരു ഞാനൊരു നൈസ് സോങ് കിട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ക്യാമറ ഓണാക്കുമ്പോൾ മാത്രം നിൽക്കുന്ന കാരണം ആ ഒരു ഡിസ്റ്റർബൻസ് മാത്രമേ ഉള്ളൂ. മഴ നല്ല രീതി കൂടി. ഞാൻ പേടിച്ച കാര്യം എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഉടനെ ചവിട്ടണ പോലെ കടയെ പറമ്പൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് വണ്ടി നിർത്തേണ്ടി വരും. അതിന് നല്ല രീതി മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയ്ക്കകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഞാൻ ഇറങ്ങട്ടെ. ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എത്രത്തോളം ക്യാമറ ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ചവിട്ടിയപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ തന്നെ ചവിട്ടി. നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിക്ക് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ കടയിലോട്ട് കയറി നിൽക്കുകയാണ്. എൻ്റെ വണ്ടി പോയി ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ മഴയൊക്കെ തോർന്നപ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ട് വണ്ടി എടുത്തു. നല്ലൊരു മഴയെന്ന് പറഞ്ഞാൽ കിടുക്കൻ മഴയാണ്. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇച്ചിരിയുടെ സ്പീഡിൽ നല്ല മഴ പെയ്തായിരുന്നു. ഇപ്പോൾ ഈ റോഡ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നല്ല രീതിയിൽ മഴ പെയ്തു. പിന്നെ ഇപ്പോൾ ഒരു നല്ല വേറെ ലെവൽ വൈബാണ്. ഒരു മെലഡി സോങ് ഈ ഒരു വൈബിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. അത് എനിക്ക് എത്രത്തോളം ഫീലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനെ കുറേ പ്രാന്തുകളുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രാന്തുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ മഴ സമയത്ത് കേൾക്കാൻ പറ്റിയ കുറച്ച് പാട്ടുകളുണ്ട്. അതായത് റൊമാൻറ്റിക് സോങ് അല്ലെങ്കിൽ കുറച്ച് ഈ ലോഫി വെർഷൻ സോങ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സോങ് കേട്ടോണ്ട് ഞാൻ ഈ മഴ സമയത്ത് വണ്ടി ഓടിച്ചു പോയിക്കളാം. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ മെയിനായിട്ടും നല്ല അടിച്ചുപൊളിപ്പാട്ടൊക്കെ ഇട്ടേക്ക് പോകുന്നത്. അതായത് ബോറിങ് ഇതുപോലെ ഞാൻ അപ്പുറം വഴി പോവുകയാണെങ്കിൽ എടുത്തിട്ട് അടിച്ചുപൊളിപ്പാട്ടൊക്കെ ഇട്ട് പോകും. പക്ഷേ ഇന്ന് ഇറങ്ങിയപ്പോൾ ഒരു ലോഫി സോങ്സ് അങ്ങനത്തെ മെലഡി ലവ് ട്രാക്ക് പിടിച്ചാണ് പോകുന്നത്. ഈ ഒരു റൂട്ടായതുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ റൂട്ടിന് ഓരോരോ അന്തരീക്ഷത്തിന് കാണുമ്പോൾ നമുക്കൊരു സോങ് ഇങ്ങനെ കേട്ടുകൊണ്ട് പോകാൻ തോന്നുമല്ലോ. അതുപോലെ അങ്ങനെ ചെറിയ പ്രാന്തുകളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കങ്ങനെ കുറേ പ്രാന്തുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രാക്ക് പിടിച്ച് പോകുന്നതിൻ്റെ കാര്യം, ഈ റൂട്ട് ഇങ്ങനത്തെ റൂട്ടായത് കാരണം ഞാൻ അങ്ങനെ ഒരു ലവ് റൊമാൻറ്റിക് ലോഫി ട്രാക്ക് പിടിച്ച് എനിക്കങ്ങനെ കുറച്ച് ഫയൽസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിച്ചുപൊളി പാട്ടിൽ ഞാൻ മൈ ഫേവറേറ്റ് സോങ്സ് എന്നും പറഞ്ഞ് എൻ്റെ സോങ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ മൈൻഡ് റിഫ്രഷിങ് സോങ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫീലിംഗ് സോങ്സ് ഉണ്ട്, പിന്നെ ലവ് സോങ്സ് ഉണ്ട്, പിന്നെ സ്ലീപ്പിംഗ് മോഡ് സോങ്സ് ഉണ്ട്. അത് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ നേരത്ത് കേൾക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ഈ ലോഫിയുടെ ലൈറ്റ് സ്ലോ മോഡ് വെർഷൻസ് ഉണ്ട്. അതൊക്കെ കേട്ടിങ്ങനെ കുറേ നേരം അതിന് കുറച്ച് പാട്ടുകളുമുണ്ട്. അങ്ങനെ അതുപോലത്തെ പാട്ടുകൾ ഇങ്ങനെ കേട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നല്ല ഉറക്കവും വരും. വേറെ വൈബായിരിക്കും ആ ഒരു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് വേറെ ഫ്രഷ്നെസ് ആയിരിക്കും. പിന്നെ മൈൻഡ് റിഫ്രഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് മന്ത്ര സോങ്സുകളാണ്. അത് എന്തോ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് പറയാം. ആ ഒരു ചാനലിൽ കുറേ പാട്ടുകളുണ്ട്. അതിങ്ങനെ കേട്ട് കുറച്ച് നേരം കിടന്നു കഴിഞ്ഞ് വേറൊരു വൈബാണ്. അത് മന്ത്ര സോങ്സുകളാണ് കൂടുതലും. അത് വേറൊരു വൈബ്. പിന്നെ മൈൻഡ് റിഫ്രഷിങ് സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഫി വെർഷൻ സോങ്ങുകൾ അങ്ങനത്തെ കുറച്ച് ട്രാക്കുകളാണ്. ഞാൻ അടിച്ചുപൊളി പാട്ടുകളെല്ലാം മൈ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എപ്പോഴും അപ്പുറം റൂട്ട് പോകുമ്പോൾ ഞാൻ തിരുവല്ലയ്ക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാം അങ്ങനത്തെ പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ലോഫി വെർഷൻസ് അല്ലെങ്കിൽ ലവ് ട്രാക്കൊക്കെ കേൾക്കുന്ന ബസ് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാതെ അല്ലാത്ത, അതായത് ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് പോകുന്ന ടൈമിൽ, ഞാൻ വണ്ടി ഓടിക്കാതെ പോകുന്ന ടൈമിനൊക്കെ കേൾക്കുന്ന ലവ് ട്രാക്കും ലോഫി വെർഷൻസുമാണ്. കാര്യം അന്നേരം ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കുറച്ച് നേരം SRTC ഇതിലൊക്കെയാണ് അങ്ങനത്തെ കുറച്ച് ട്രാക്ക് ഇട്ട് വെച്ച് സൈഡ് സീറ്റിലിരുന്ന് പിന്നെ കാഴ്ചയും കണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതൊരു വേറെ വൈബ്.
ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതായത് എനിക്ക് ഉറക്കം വരാത്ത കുറച്ച് നേരം ബോറിങ് ആകാതെ റൈഡ് കൂടുതൽ എന്താ പറയുക ഒരു ഫുള്ള് മൂഡിലിരിക്കാൻ വേണ്ടിയാണെങ്കിൽ മറ്റേ അടിച്ചുപൊളി പാട്ട് കേൾക്കും. അതല്ല ഒരു ഫീലിൽ പോകണമെന്നാണെങ്കിൽ ലവ് സോങ്ങോ അല്ലെങ്കിൽ ലോഫി വെർഷൻസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളിട്ട് പോകും. പിന്നെ കടന്നുറങ്ങാൻ നേരത്ത് മാത്രം സ്ലീപ്പി മോഡ് സോങ്സ് അങ്ങനെ ഇട്ട് പോകും. അങ്ങനെ കുറച്ച് ഭ്രാന്തുകളുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലോ. അപ്പോൾ ഈ റൂട്ട് നമ്മുടെ പാമ്പാടി റൂട്ടിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഈ റൂട്ട് പൊളിയാണ്, തിരക്ക് കാര്യങ്ങളൊന്നും ഇത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ചില്ലടിച്ച് ഒരു പടക്ക പാടി 2 ഇതൊക്കെ ഇട്ട് ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് വേണം പോകാം. പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോർപ്പറ ക്യാമറ ഉണ്ട് കേട്ടോ, അതാണ് ഏറ്റവും വലിയ. ഈ റൂട്ട് ഫുള്ള് ക്യാമറ ഉണ്ട്, പക്ഷേ ഹെൽമെറ്റ് വയ്ക്കാതെ കുറേ പേര് പോകുന്നുണ്ട് ഈ റൂട്ടിൽ. അത് ഞാൻ കുറേ ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ റൂട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 ക്യാമറകളും ഞാനിപ്പോൾ കണ്ടു, പക്ഷേ അതിന് മുമ്പിൽ കൂടെ ഹെൽമെറ്റ് വയ്ക്കാതെ കുറേ പേര് പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. പിന്നെ എനിക്ക് ഏറ്റവും ദേഷ്യം വന്നൊരു കാര്യം എന്താ പറയുക, ഇപ്പോൾ ഓട്ടോക്കാരായാലും ബസ്സുകാരായാലും ഒരു നോട്ടമില്ലാണ്ടൊക്കെ കയറി വരുന്ന കുറേ പേരിങ്ങനെ അതെല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഇവിടെ അത് ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. അതായത് ഒരു നോട്ടമില്ലാണ്ട് ചിലവർക്ക് ഇങ്ങനെ അടിച്ച് കയറി വരും. നമ്മൾ ഹോൺ അടിക്കുമ്പോൾ ആണെന്നും പറഞ്ഞൊരു നോട്ടം നോക്കി ഇച്ചിരി പോകും. അങ്ങനെ കുറേ കാഴ്ചകൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടു. അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ചില സമയത്ത് ഈ മാപ്പ് ഇട്ടിരിക്കുന്ന കാരണം റെക്കോർഡ് നിർത്തേണ്ടി വരും. വഴി അറിയാത്തത് കൊണ്ട് മാപ്പ് ഓണാക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഏകദേശം 99 കിലോമീറ്റർ പറ്റിയാണ് കാണിക്കുന്നത് ഈ റൂട്ട്. മറ്റേ 91-90 കിലോമീറ്റർ പറ്റ 84 കിലോമീറ്ററാണ് തോന്നുന്നു വൈക്കം വഴി കാണിക്കുന്നത്. ഇത് 99 കാണിക്കുക. പക്ഷേ ഗൂഗിൾ മാപ്പ് പറയുന്ന അല്ലെങ്കിൽ അമ്മച്ചി പറയുന്നത് ഇതാണ് നല്ല റൂട്ട്, ഈ റൂട്ടിൽ പോയാൽ നീ പെട്ടെന്ന് എത്തുമെന്നാണ് അമ്മച്ചി പറയുന്നത്. എനിക്ക് അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് ഈ റൂട്ടൊന്ന് കാണിക്കണമെന്നുണ്ട്. പിന്നെ ഈ ഒരു വൈബ് റൂട്ടായതുകൊണ്ട് അതുകൂടെ ഒന്ന് കാണിക്കണമെന്നുണ്ട്. വലിയ വെളിയും പോകുകയും വലിയ ഇതൊന്നുമില്ല. ഇനിയുള്ള വ്ലോഗുകളിൽ നല്ല നല്ല കാഴ്ചകൾ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള കാഴ്ചകൾ വരുവാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മുടെ തിരുവല്ല റൂട്ട് മല്ലപ്പള്ളി റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മല്ലപ്പള്ളി റൂട്ടിലേക്കുള്ള ഇതാണ്. പിന്നെ ഇനിയുള്ള വ്ലോഗുകൾ നമ്മുടെ വ്ലോഗ് ചാനലിൽ കുറേ വരും. നല്ല നല്ല വൈബ് സ്പോട്ടുകൾ കാണുന്നത്. അതായത് ഞാൻ ട്രിപ്പൊന്നും പോകുന്നതല്ല, എന്നാലും ഒരു ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അപ്പം പോകുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം പറയുന്നില്ല അതെന്താ കാര്യമെന്ന്. എന്തായാലും പിന്നെ പറഞ്ഞു തരാം കാര്യം. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മല്ലപ്പള്ളി മോതിരയ്ക്കുള്ള റൂട്ടാണ്. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ. വേറെ കാര്യമായിട്ടോ പരിപാടികളൊന്നുമില്ല. ഈ ഒരു റൂട്ട് കൂടെ കാണിക്കണം എന്നൊരു വിചാരത്തിൽ മാത്രം കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള വ്ലോഗിൽ നല്ല കിട്ടുന്ന സാധനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ സമയമായിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രാന്തുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബിലോ. ഇതൊരു ജസ്റ്റ് റൈഡാണ്. കുറേ നാളായിട്ടൊരു വ്ലോഗൊന്നും എടുത്തിട്ടില്ല. പിന്നെ തിരുവല്ല പോണതിൻ്റെ ഒരു വ്ലോഗും അല്ലെങ്കിൽ ഈ കോട്ടയം റൂട്ട് പിടിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടില്ല, അതുകൊണ്ട് മാത്രം ഇട്ടെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക, നിങ്ങൾക്ക് കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഈ വ്ലോഗുകളിൽ കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തോ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബിലോ. കാര്യം ഞാൻ വെറുതെ പോകുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നു, അങ്ങനെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും പറയാം. അപ്പം ബൈ.